മുട്ടയും ബ്രെഡും വെച്ച് ഒരു അടിപൊളി ടേസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ ശകലം വ്യത്യാസമായിട്ടാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനാണെങ്കിലും നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റിക്കറി. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 മുട്ട പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് അതിലേക്ക് ഒരു 6 ടീസ്പൂണോളം തിളപ്പിച്ചാറിയ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മുട്ട വളരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്തിട്ട് അരിക്കുന്നത് നന്നായിരിക്കും. ഞാനിവിടെ അരിച്ചിട്ടില്ല. നമ്മൾ ഇത് കുക്ക് ചെയ്ത് വരുമ്പോൾ മുട്ടയുടെ ചെറിയ ബീറ്റ് ചെയ്യാതെ കിടക്കുന്ന പാട്ട് അങ്ങനെ തോന്നരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് നന്നായിട്ട് ബീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ബീറ്റ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കാം. മുട്ടയുടെ സ്മെല്ല് മാറാനായിട്ട് ഞാൻ ഇതിലേക്ക് സിനമൺ പൊടിക്കാതെ ഒരു കഷ്ണമാണ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സിനമൺ സ്റ്റിക്ക് ചെറിയ കഷ്ണം ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ സിനമണിൻ്റെ ഫ്ലേവർ അതിലോട്ട് നന്നായിട്ട് വരും. ഞാനിവിടെ കുറച്ച് ബീറ്റ് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് 3 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് വെട്ടി കൊടുക്കുന്നുണ്ട്. ഇനിയൊരു സ്ക്വയർ ഷേപ്പിലുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്ത നമ്മുടെ മുട്ടയും പാലും കൂടെയുള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്ത് വേറെ ബ്രെഡ് വെച്ച് കൊടുക്കുന്നു. എന്നിട്ട് പിന്നെയും നമ്മുടെ ആ എഗ്ഗും പാലും കൂടെയുള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ 3 ബ്രെഡും വെച്ച് കൊടുത്ത് ആ പാലും മുട്ടയോടുള്ള മിശ്രിതം നന്നായിട്ട് അതിലൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്ത് അത് മെൽറ്റായി വരുമ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ബ്രെഡ് എടുത്ത് വെക്കുന്നുണ്ട്. ഇനി അതൊന്ന് അടച്ചു കൊടുക്കുന്നുണ്ട്. തീ വളരെ സിമ്മിലായിരിക്കണം. ചെറിയ തീയിൽ വേണം ഇത് വേവാൻ. തീ കൂട്ടി വെക്കരുത്. എൻ്റെ അടപ്പ് അതിൽ മുട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുനിന്ന് അപ്പോൾ ആ ജ്യൂസ് നമ്മുടെ ആ പാലും എഗ്ഗോടുള്ള മിശ്രിതം ഇടയ്ക്കുനിന്ന് ഇങ്ങനെ ഊർന്നിറങ്ങുന്നുണ്ടായിരുന്നു. അത് പ്രസ് ചെയ്തിട്ട് ഒരു സൈഡ് മൊരിച്ച് വരുമ്പോൾ നമുക്ക് തിരിച്ച് മറ്റേ സൈഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ലോ ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ചു വെക്കുന്നു. അങ്ങനെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് 2 സൈഡും. 2 സൈഡും കുക്ക് ചെയ്തെടുത്തിപ്പോൾ ഇനി ആ ഇടഭാഗം കൂടെ ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടതാണ്. അങ്ങനെ ആ ഇടഭാഗം 4 സൈഡും ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാ സൈഡും നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി. ഇനി അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന 1 ടീസ്പൂണോളം ഹണിയാണ്. എന്നിട്ട് ബ്രെഡിൽ എല്ലായിടത്തും വരത്തക്ക രീതിയിൽ പരത്തി കൊടുക്കുന്നുണ്ട്. മേപ്പിൾ സിറപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മേപ്പിൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഇവിടെ ഇല്ലാത്ത കാരണം ഞാൻ ഹണിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഹണി ഒഴിച്ചു കൊടുക്കുമ്പോൾ ടേസ്റ്റും നന്നായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലേസ്, നല്ലൊരു ആപ്പിറ്റൈസിങ് ഫീലും ഉണ്ടാവും. അതുപോലെ മറ്റേ സൈഡിലും ഹണി ഒഴിച്ച് നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ വെറൈറ്റി ആയിട്ടൊരു ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്.
ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.